ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് സ്പേസ് കൊടുക്കാറുണ്ടോ? സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനും അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും അവർക്ക് അവരുടേതായ പ്രൈവസികൾ കീപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ്. അത് അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു വിഷയം, ഏതെങ്കിലും കണക്ട് ചെയ്തിട്ട് ഒരു വിഷയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളടുത്ത് വന്ന് പറയാനുള്ള ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല കുട്ടികളും ഇത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാനാണ് ശ്രമിക്കാറ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ വിഷയം പാരൻസിൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അതിൽ നിന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ നേരക്ക് അല്ലെങ്കിൽ അവരെ ഫയർ ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകളുമാണ് പലപ്പോഴും പാരൻസ് എടുക്കാറുള്ളത്. അത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചില വിഷയങ്ങൾ പാരൻസിന് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ അവരുടെ അടുത്ത് അത് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അറിയുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടികളുടെ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഒരു പാരൻ്റ് എന്ന രീതിയിൽ നമ്മൾ അതിനാദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടി അവർക്ക് ഒരു പേടിയും കൂടാതെ അല്ലെങ്കിൽ വേറൊരാളടുത്ത് പോലും ഷെയർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പാരൻസിൻ്റെ അടുത്ത് വന്നിട്ട് അവരാദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താനും, അല്ലെങ്കിൽ അവരുടെ ചെറിയ പ്രായം തൊട്ടിട്ട് തന്നെ 1 വയസ്സ് 2 വയസ്സ് മുതൽ ഓരോ ഏജിലും പാരൻസ് കൊടുക്കേണ്ട ഓരോ ഗൈഡുകളുണ്ട്. നമ്മൾ എല്ലാ ഏജിലും ഒരേ രീതിയിലല്ല അവരെ പാരന്റിങ് ചെയ്യേണ്ട രീതികൾ. നന്ന ചെറിയ പ്രായത്തില് ചിലപ്പോൾ എല്ലാ വിഷയവും, അവരുടെ ഫ്രണ്ട്സിന്റെ വിഷയം ആയിക്കോട്ടെ, കുഞ്ഞി നഴ്സറികളിലൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ വിഷയങ്ങളും പാരൻസിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാം ഷെയർ ചെയ്യും. അവർക്ക് കിട്ടായിട്ടുള്ള പുതിയ ഫ്രണ്ട്സ്, അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യും. അപ്പം ആ ചെറുപ്പം തൊട്ടിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ട് തന്നെ എങ്ങനെയാണോ പാരൻസ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് അവരുടെ മുന്നോട്ടുള്ള ലൈഫിൽ അവർ നിങ്ങളടുത്ത് തിരിച്ച് റെസ്പോൺസ് ചെയ്യാം. അപ്പം എന്ത് വിഷയം നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് വന്ന് പറയാമെന്നുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് വേറെ തന്നെ കാണാൻ കഴിയും. അവരുടെ ലൈഫിൽ എന്ത് വിഷയം വന്നോട്ടെ, എന്ത് പ്രോബ്ലം വന്നോട്ടെ, അതെന്ത് ക്രിട്ടിക്കലാണെങ്കിലും എന്ത് ചെറിയ വിഷയമാണെങ്കിലും അത് വന്ന് ഇന്ന് എൻ്റെ സ്കൂളിൽ ഇങ്ങനെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടികൾക്ക് വരിക എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ നമുക്ക് ഇടപെടാനും, അല്ലെങ്കിൽ അവർ മുന്നോട്ടൊരു പ്രോബ്ലംസിൽ ചെന്ന് വീഴാതിരിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇത് നമ്മൾ എപ്പോൾ തുടങ്ങണം? അവരുടെ ചെറിയ പ്രായം തൊട്ടിട്ട് തന്നെ നമ്മൾ ഈ ഗൈഡൻസ് ചെയ്ത് കൊടുക്കണം, നമ്മൾ ആ സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. പല പാരൻസ് പറയുന്ന വിവരമാണ് ഇത്, നമ്മൾ അറിയുന്നില്ല, എല്ലാം അവർ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ഈ സംസാരിക്കുമ്പോൾ ഓരോ ഏജിലും അവർക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ, അവരുടെ സംസാര രീതി പോലും ചിലപ്പോൾ നമ്മളെ ഏജ് വെച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യരുത്, നമ്മളെ ഏജ് വെച്ചിട്ട് അവരെ നമ്മൾ അളക്കാൻ നിൽക്കരുത്. അവരുടെ ഏജിൽ നമ്മൾ എന്തായിരുന്നു ആ രീതിയിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യാം. അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. ഈ ചെറിയ പ്രായം തൊട്ടിട്ട് തന്നെ കുട്ടികളോട് അവരുടെ വിഷയങ്ങളൊക്കെ ബേസിക്കലി ഏറ്റവും പാരൻസിനെ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പുകളൊക്കെ. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ആലോചിക്കേണ്ടത്, ഈ കുട്ടികൾ ആ ഒരു ഏജിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ പോലെ ഒരു ടീനേജ് ആണ് ഭയങ്കര ഡേഞ്ചറായിട്ട് പാരൻസ് കാണുന്നത്. നമ്മൾ ആദ്യം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂസ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ബിഹേവിയറിൽ, അവരുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ, ഇതൊക്കെ ക്ലിയർലി ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പാരൻറ്റിങ്ങിനെ, അല്ലെങ്കിൽ പാരൻറ്റിങ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
കുട്ടികൾ ആ ഒരു ചെറിയ പ്രായം തൊട്ടിട്ട് തന്നെ നമ്മൾ ഗൈഡ് ചെയ്യേണ്ട രീതി, അവരെന്തെങ്കിലും സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂടെ പരിഗണിക്കുന്ന രീതിയിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ ഈ അഡൾട്ടിനെ പോലെ തന്നെ കുട്ടികൾക്കും ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കുക. അവർക്ക് സംസാരിക്കാനാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസ് പറയാനാണെങ്കിലും കുട്ടികൾക്ക് എത്രത്തോളം നമ്മുടെ വീട്ടിൽ നിന്ന് എത്രത്തോളം അവരെ ട്രീറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫിലെ കാര്യങ്ങളൊക്കെ. അവർ ഈ എല്ലാ കാര്യവും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ഒരു വിഷയങ്ങൾക്കും അവരുടെ ലൈഫിലെ എല്ലാ ഡൗട്ട്സിലും ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ക്ലിയർ ചെയ്യാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉള്ളിലുണ്ടാകുന്നൊരു വിശ്വാസം, എൻ്റെ പാരൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അല്ലെ എൻ്റെ അമ്മ, എൻ്റെ പപ്പ അല്ലെ എൻ്റെ മമ്മ എന്നുള്ള അത് ആദ്യം എന്നെ കുറ്റപ്പെടുത്തുമോ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റ്, ഇപ്പോൾ കുട്ടികളുടെ അടുത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അത് പാരൻസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വിഷയങ്ങളും അത്രത്തോളം ചെറിയ വിഷയങ്ങളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം അവരുടെ അടുത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള റിയാക്ഷൻ എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുക മുന്നോട്ടുള്ള നിങ്ങളുമായിട്ടുള്ള റിലേഷൻ. അപ്പം അവരെന്തെങ്കിലും ഒരു വിഷയം, അവരുടേതായിട്ടുള്ള പേഴ്സണൽ വിഷയങ്ങളായിക്കോട്ടെ, അവരുടെ ലൈഫിലെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അവർ നിങ്ങളടുത്ത് വന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അത് കേൾക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ കുട്ടീനെ ഒരു വ്യക്തിയായിട്ട് കാണും. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഒരു ഏജിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരു ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ടാണ് അവർക്ക് ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ വ്യക്തിയുടെ നമ്മൾ എടുക്കേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ ആദ്യം അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്താണ്, അവർക്ക് എന്താണ് നമ്മുടെ അടുത്ത് പറയാനുള്ളത് എന്നുള്ളത് നമ്മളൊന്ന് ആദ്യം കേൾക്കുക. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ വിഷയങ്ങൾ, ലൈഫിൽ വിഷയങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു 30 പാരന്റിങ് എന്തായാലും പാരൻസിന് അത്യാവശ്യം ഒരു ഏജ് ആയിട്ടുണ്ടാവും. ഡിസിഷൻ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ലൈഫിൽ വരാവുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ അവർക്ക് പ്രോബ്ലംസ് വന്നു തുടങ്ങുന്ന സമയമാണ്. നമ്മളതിനെ കൂളായിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാം. അത് പ്രൈവറ്റ് ആക്കി വെക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരോട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ടേമിൽ വേണം നമ്മൾ സംസാരിക്കാൻ. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ആ ഒരു പേടിയില്ലാതെ നമ്മളെടുത്ത് അവർ വന്ന് ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മൾക്ക് അവരുടെ വിഷയങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അവരുടെ എല്ലാ വിഷയങ്ങളും നമ്മളെ അറിവോട് കൂടിയിട്ട് അവരുടെ ലൈഫുകൾ മുന്നോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് വിഷയങ്ങളില്ലാതിരിക്കാനും, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് പേടിക്കുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടിലേക്ക് പോവാതിരിക്കാനും ഒരു പരിധി വരെ ഇത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവന്ന് നോക്കൂ. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ കോമൺലി ഉള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് കുട്ടികളുടെ അടുത്ത് ദേഷ്യം പിടിക്കുക, എപ്പോഴും കുട്ടികളെ കുറിച്ച് പരാതികൾ പറയുക, കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഓരോ ജോബ്സ് കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ പ്രൈവസിനെ മാനിക്കാതിരിക്കുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ്, നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു നമ്മളെ കുട്ടികളെ അനുസരിപ്പിക്കണം, അല്ലെങ്കിൽ അവർ പാരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കണം, ഇങ്ങനെയുള്ള ഒരു ബേസിക്കൽ നോളജ് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരൊരു വ്യക്തിയായിട്ട് അംഗീകരിക്കുക. നമ്മൾ ആ സ്പേസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു സ്പേസും റെസ്പെക്റ്റും തിരിച്ചും കുട്ടികൾ എന്ത് ചെയ്യും, നമുക്കും തരും. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കുട്ടികളുടെ ആ നിങ്ങളുടെ പാരന്റിങ് എങ്ങനെയാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ശരിക്കും ഒരു പാരന്റിന് തീരുമാനിക്കാവുന്നതാണ്. ചില പാരൻസിൻ്റെ അടുത്ത് ആ കുട്ടികളൊന്നും ഓപ്പൺ അപ്പ് ആവുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടോ എന്ന് കൂടെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടത് നല്ലതായിരിക്കും. കാരണം നമ്മളെടുത്ത് വന്നിട്ട് ഇപ്പം ആസ് എ പാരൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കുട്ടി ഒരു കാര്യം പറയുമ്പോൾ
ഞാനത് ആദ്യം കേൾക്കുക, പീസ്ഫുള്ളി ഞാൻ കേൾക്കുക. ചിലപ്പം എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കാം എൻ്റെ കുട്ടി ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം, ചെറിയ വിഷയങ്ങളായിരിക്കാം. എന്തെന്നെ ആയാലും കുട്ടികൾ ചെറിയ പ്രായത്തിലൊക്കെ അവർ ഷെയർ ചെയ്യുന്ന എന്ത് ചെറിയ വിഷയമായിക്കോട്ടെ അതിന് വാല്യൂ കൊടുത്തിട്ട് അവർക്ക് വേണ്ടി നമ്മുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം, ചെറിയ പ്രായത്തിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ, അവരുടെ ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടുള്ള അവർക്ക് സംസാരിക്കാനുണ്ടാവുക കോമൺലി ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിഷയങ്ങളായിരിക്കും. അത് കേൾക്കുക. ആ ഒരു ഏജിൽ നമ്മൾ കൊടുക്കുന്ന റെസ്പോണ്ട്, അതായത് ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസ്, അല്ലെങ്കിൽ അവരുടെ നമ്മൾ കൊടുക്കുന്ന ഒരു സ്പേസിനനുസരിച്ചാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് അവരുടെ ഈ അവരുടെ വരാനിരിക്കുന്നവരുടെ ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങുന്നത്. അപ്പൊ കുട്ടികൾ നമ്മളെടുത്തൊരു വിഷയം വന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു രീതി എന്ന് വെച്ചാൽ ആദ്യം അവർക്ക് ഷെയർ ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികൾക്ക് ആദ്യം കിട്ടുന്ന ഈ ട്രീറ്റ് ഉണ്ടല്ലോ, അത് പാരൻസ് ആണ് കൊടുക്കുന്നത്. ആ ഒരു ലവിങ്ങും ആ ഒരു റെസ്പെക്റ്റും ഈ പറഞ്ഞ പോലെയുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ അവരുടെ ആ ഒരു കുഞ്ഞു മനസ്സിൽ വരുന്നൊരു സമയമാണ്. അപ്പോൾ പാരൻസ് കൊടുക്കുന്ന ട്രീറ്റാണ് ലൈഫ് ലോങ് അവർക്ക് മുന്നോട്ടുണ്ടാകുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് സ്നേഹത്തിലും ഒരു സമാധാനത്തിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മക്കളല്ലേ ഒരു പരിധി വരെയൊക്കെ, ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ എൻ്റെ ഒരുപാട് പേരെടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ കോമൺ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സമാധാനത്തിൽ നിന്നാൽ, അല്ലെങ്കിൽ അവരോട് കുറച്ച് സൗണ്ടിൽ സംസാരിച്ചില്ലെങ്കിൽ, അവരോട് ദേഷ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിന് പോകുന്നുള്ള ഒരു അപ്രോച്ചാണ് പാരൻസിനുള്ളത്. ഈ ഒരു കോമൺ രീതിയിൽ നിന്ന് മാറിയിട്ട് ഓരോ പാരൻറ്റും, ഇത് കേൾക്കുന്ന ഓരോ പാരൻറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികളെടുത്ത് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അവരുടെ ഒരു നല്ല ഫ്യൂച്ചറിന്. അപ്പം കുട്ടികളുടെ നല്ലൊരു ഫ്യൂച്ചറാണ് നമ്മൾ എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഒരു ബിഹേവിയറിലൊരു ചേഞ്ച് കൊണ്ടുവരും. ഉറപ്പായിട്ടും കുട്ടികളുടെ അടുത്ത് കുറച്ച് സ്നേഹം, കുട്ടികളുടെ ഏജ് വെച്ചിട്ട് അവർക്ക് നമ്മളത്ര കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്കുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ അത് നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. ആ ഏജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു 30-ലോ 25-ലോ 45-ലോ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഏജിൽ നമുക്ക് ഉറപ്പായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ട ടിപ്സ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ലൈഫിൽ എങ്ങനെയാണ് പ്രോബ്ലംസിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും കറക്റ്റ് സമയത്ത് ഗൈഡ് ചെയ്യാനും പാരൻസിന് ഉറപ്പായിട്ടും പറ്റും. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാരൻസ് കഴിഞ്ഞിട്ടാണ് ശരിക്കും ടീച്ചേഴ്സിന് പോലും കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റുക. കാരണം നമ്മളെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവരെ ടീച്ചേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വിഷയമാണ്, അല്ലെങ്കിൽ അവരെ കാരണം കൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ കുട്ടികളുടെ സംസാര രീതി, കുട്ടികൾ അവരുടെ ഒരു ടീനേജിൻ്റെ സമയമൊക്കെ തൊട്ടിട്ട്, അല്ലെങ്കിൽ ഒരു 10-12 വയസ്സൊക്കെ തൊട്ടിട്ട് അവരുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് അവരുടെ സംസാരത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതുവരെ വളരെ അനുസരണയോടെ നിന്ന കുട്ടികൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവരത് റിയാക്ട് ചെയ്ത് തുടങ്ങും. ചിലപ്പോൾ അത് നമുക്ക് പാരൻസിന് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കാം. അവിടെ നമ്മൾ തിരിച്ചും അവരുടെ അടുത്തേക്ക് ഒരുപാട് സൗണ്ടിൽ സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതും ഭയങ്കര നാച്ചുറലായിട്ടുള്ള കാര്യമാണ്, ബയോളജിക്കലി ഉള്ള ഒരു കാര്യമാണ്. കുട്ടികൾ ഓരോ ഏജിലും അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വളരെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ്. അവർ ഓരോ പ്രോബ്ലംസിനെ റെസ്പോണ്ട് ചെയ്യുന്ന ഏജാണത്. അപ്പം അതിനെ നിങ്ങൾ അംഗീകരിച്ചിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ബിഹേവ് ചെയ്യാൻ. ആസ് എ പാരൻറ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഏജിൽ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് ട്രീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
പാരൻസ് നമ്മളോട് സ്നേഹത്തോടെ തന്നെയാണ് നമ്മളോട് അടുത്ത് പെരുമാറിയിട്ടുണ്ടാവുക, നമ്മൾ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടെ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ അവർ ചോദിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടെ എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എനിക്ക് എന്തൊക്കെയോ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. മേ ബി നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പല വിഷയങ്ങളും നമുക്ക് നമ്മുടെ ഒരു ഏജിൽ, നമ്മുടെ ഒരു ടീനേജ് സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് നമുക്ക് എല്ലാ വിഷയവും നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കും. ഇതേ രീതിയാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് അന്നത്തെ ഒരു ജനറേഷനിൽ നമ്മുടെ പാരൻസിനെ മേ ബി അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കെയറിങ് നമുക്ക് തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ കുട്ടികൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു പഴയ പാരൻറ്റിങ് രീതിയിൽ നിന്ന് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവരാം. ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാം. പാരൻസ് വളരെയധികം ക്ഷമ കാണിക്കണം. എന്നാൽ മാത്രമാണ് കുട്ടികൾക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളാണ്, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് പല പാരൻസിനും വളരെയധികം ടെൻഷൻ ഉള്ളത്. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മൾ കൊടുക്കുന്ന പരിഗണന, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഫ്യൂച്ചറിൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടുള്ള അപ്രോച്ചസിൽ കുറച്ചൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കൂ. മേ ബി എന്തെങ്കിലും ഒരു ചേഞ്ചസ് കുട്ടികൾക്കും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്യണം.